ഹലോ ഗായ്സ്. അപ്പം മടിയുള്ള ദിവസം നമ്മൾ ഫുഡ് എങ്ങനെ എളുപ്പമാക്കാമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇവിടെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു, ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പം ആദ്യം തന്നെ 2 മുട്ട എടുത്തു, കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് പാലൊഴിച്ചു. എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം. ഇതിപ്പോൾ എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും ഇതിങ്ങനെയാണോ എന്ന് കൂടെ എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ പാൻ വെച്ചിട്ട് ബട്ടറോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിടുക, നെയ്യോ, എനിക്ക് ഓയിലായാലും തന്നെ മതി. അത് നല്ലൊന്ന് എല്ലായിടത്താക്കി കൊടുക്കുക. ഇതിപ്പോൾ എങ്ങനെയാവുമെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു, പക്ഷെ അവരിങ്ങനെയല്ല ഉണ്ടാക്കിയത്. ഞാനിപ്പം ഇതിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ എന്നിട്ട് 2 ബ്രെഡ് എടുക്കുക. എന്നിട്ട് ബ്രെഡ് എടുത്ത് 2 സൈഡ് നല്ലതായിട്ട് മുരിച്ചെടുക്കുക. ഇത് ബ്രെഡ് മറ്റേ ബട്ടറിലിടുന്നതാണ്, നല്ല മണമായിരിക്കും, അപ്പോൾ തന്നെ വരും. എന്നിട്ട് നല്ല ഇതായി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് മുട്ട മിക്സാക്കി വെച്ച് ഒഴിക്കുക. അതൊരു നല്ല കട്ടിയായതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് വേവാൻ. എന്നിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാൻ പറ്റും. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് വെക്കുക. ബ്രെഡ് വെച്ച് കഴിഞ്ഞിട്ട് ബ്രെഡ് ഇതിലോട്ടൊന്നും നല്ല പിടിക്കുമല്ലോ, ഒറ്റയ്ക്കും തിരിച്ചിടുക. ഇപ്പം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ തിരിച്ചിട്ടപ്പോൾ അത് മുറിഞ്ഞു പോയി, പക്ഷെ ഞാൻ ഒപ്പിച്ചത്. പിന്നെ 2 തക്കാളി വെക്കുക, പിന്നെ സവാള വെക്കുക, പിന്നെ ചീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചീസും കൂടി വെച്ചു. പിന്നെ ടൊമാറ്റോയുടെ മറ്റേ കെച്ചപ്പില്ലേ, അത് കിട്ടി, അപ്പോൾ അത് ഞാൻ ഒഴിച്ച്. അങ്ങനെ അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി. ഇനി ഒന്ന് മടക്കിയാൽ മാത്രം മതി. പക്ഷേ ലുക്കിൽ നോക്കണ്ട, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്കൊന്നുണ്ടാക്കി, അവനുണ്ടാക്കി. അപ്പം എൻ്റെ എണീറ്റ് വന്നു. എണീറ്റ് വന്നാൽ അവൻ്റെ കൂടെ ഇരിക്കത്തില്ല, അപ്പം എന്നെ കാണണം. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നു കുറച്ച് നേരം, പിന്നെ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ കുടിക്കാൻ ചായയൊക്കെ എന്തിനാണെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് ചിക്കു ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കു വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വെച്ച്. അപ്പം നല്ല പഴുത്ത ചിക്കുമായിരുന്നു. ഞാനിങ്ങനെയാണ് സ്പൂൺ വെച്ച് ഇളക്കി എടുക്കുന്നത്. ഇതിങ്ങനെ ആയിരിക്കും എടുക്കുന്നത്, ഞാൻ ഇങ്ങനെ എടുക്കല്. ഇതിങ്ങനെ ആകുമ്പോൾ ഫുൾ അതിൻ്റെ ഫ്ലഷൊക്കെ വരും. എന്നിട്ട് ഞാൻ പാൽ ഒഴിച്ചു. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചു. അത് കഴിഞ്ഞിട്ട് ചിയാ സീഡ് ഞാൻ ഇന്നലെ വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചിയാ സീഡ് കൂടി ഇടാമെന്ന്. അങ്ങനെ ചിയാ സീഡൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ റെഡിയായി ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ആളുടെ അടുത്തോട്ട് പോയി. ആൾ ഫുള്ള് പരാതി പറച്ചിലാണ്, രാവിലെ എന്നെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ആളുടെ ഉറക്കം പോയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്.